ഹായ് ഹലോ എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. നമുക്കറിയാം ആനുവൽ എക്സാം ഒക്കെ അടുത്ത് വരികയാണ്. അപ്പോൾ ഇംഗ്ലീഷൊക്കെ പൊതുവേ എല്ലാവർക്കും വിഷമമായിരിക്കും. അപ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. മെയിനായിട്ട് പാർട്ട് 2 കാര്യങ്ങളാണ് നമുക്ക് എക്സാമിന് പ്രതീക്ഷിക്കേണ്ടത്. നമുക്ക് പാർട്ട് 2 2 യൂണിറ്റുകളാണുള്ളത്. 4th യൂണിറ്റും 5th യൂണിറ്റും. 2 യൂണിറ്റിലും 3 ചാപ്റ്റേഴ്സ് വീതമുണ്ട്. അപ്പോൾ നമ്മൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യേണ്ടത് ദ ഗിവിങ് ട്രീ മുതലുള്ള ഭാഗങ്ങളാണ്. ഇതാണ് 4th യൂണിറ്റ് ദ ഹീലിംഗ് ടച്ച്. ഇതാണ് അടുത്ത യൂണിറ്റ് റൂറൽ വൈബ്സ്. 4th യൂണിറ്റിൽ വരുന്ന ചാപ്റ്റേഴ്സാണ് സോൾട്ട് ഇൻ ഹിസ് ഷൂസ്, ഓൾ യു ഹു സ്ലീപ് ടുനൈറ്റ്, ദ ഗിവിങ് ട്രീ എന്നിങ്ങനെ 3 ചാപ്റ്റേഴ്സ്. 5th യൂണിറ്റിൽ വരുന്ന ചാപ്റ്റേഴ്സാണ് സീഡ് ആൻഡ് സോയിൽ, ദ ഫാമർ, എ ഡേ അറ്റ് ദി ഫാം. ഇത്രയും ചാപ്റ്റേഴ്സാണ്, ഇതിലെ കാര്യങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഇനി ഇതിൽ നിന്ന് വരാവുന്ന ക്വസ്റ്റ്യൻസ്, ഏതൊക്കെ മോഡൽ ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുണ്ടെന്ന് കൂടി നമുക്ക് നോക്കാം. ഇത് ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ ആണ്. മെയിനായിട്ട് നമുക്ക് അടുത്ത ദിവസം സ്റ്റാർട്ട് ചെയ്യാം. ഇത്രയും നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. കാരണം ചാപ്റ്റേഴ്സ് പോലും ഏതാണെന്ന് അറിയാത്ത കൂട്ടുകാരുണ്ടാവും. അവർക്ക് വേണ്ടിയിട്ടാണ്. ഓരോ ചാപ്റ്ററും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് വായിക്കാനും മനസ്സിലാക്കാനും ഉള്ള സമയമില്ല. അതുകൊണ്ട് തന്നെ ഓരോ ചാപ്റ്റേഴ്സിൻ്റെയും സമ്മറി, എന്താണ് സംഭവം എന്ന് ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും. അതുപോലെ തന്നെ അതിൻ്റെ ഒരു ഷോർട്ട് നോട്ട് പോലെ സമ്മറി എഴുതി തരുന്നതായിരിക്കും. നോട്ട് വേണ്ടവർ കമൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നോട്ട് ഞാൻ തരുന്നതായിരിക്കും. വെറുതെ ബൈഹാർട്ട് പഠിച്ചു പോകുന്നതിലും നല്ലത് മനസ്സിലാക്കി പഠിക്കുന്നതാണ്. ഇനി നമുക്ക് ഈ ചാപ്റ്റേഴ്സിൽ നിന്നെല്ലാം വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് എന്തൊക്കെ മോഡലായിരിക്കുന്നതോട് നോക്കാം. ഒന്നാമതായിട്ട് റീഡ് ദ പാരഗ്രാഫ് ആൻഡ് ആൻസർ ദ ഫോളോവിങ് ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞ് ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും. ഒന്നെങ്കിൽ പാരഗ്രാഫ് ആയിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയ പോയം ആയിരിക്കും. അത് വായിച്ച് അത് താഴെ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസിന് ഉത്തരം ആ പോയത്തിൽ നിന്നും കണ്ടെത്തി എഴുതുക എന്നുള്ളതാണ് ഒരു മെയിൻ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. അതൊന്നും നമുക്ക് കാണാതെ പഠിച്ചിട്ട് പോകാനാവില്ല. കാരണം എവിടുന്നേലുമുള്ള എന്തെങ്കിലും പോയവോ പാരാഗ്രാഫോ ആയിരിക്കും ചിലപ്പോൾ തരിക. ഇനി വരാൻ സാധ്യതയുള്ളത് ഇൻ്റർവ്യൂ നടത്താനായിട്ടുള്ള ക്വസ്റ്റ്യൻസ് തയ്യാറാക്കാൻ വേണ്ടിയിട്ടായിരിക്കും. അതായത് ഒരു കർഷകനെ ഇൻ്റർവ്യൂ ചെയ്യാനായിരിക്കും മെയിനായിട്ടും വരിക. പിന്നെ വരാൻ സാധ്യതയുള്ളത് കോൺവെർസേഷൻ ആണ്. അത് ഏതെങ്കിലും ചാപ്റ്റേഴ്സിനെ ബേസ് ചെയ്തായിരിക്കാം വരുന്നത്. പിന്നെ വരുന്നത് എഡിറ്റിംഗ് ആണ്. ഒരു പാരാഗ്രാഫ് തന്ന് അതിൽ കുറേ മിസ്റ്റേക്ക് ഒക്കെ തരും. അത് നിങ്ങൾ ഗ്രാമർ മിസ്റ്റേക്ക് ഉണ്ടാകും, സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടാകും, അത് തിരുത്തി എഴുതണം. അതുപോലെ തോട്ട്, ആരെങ്കിലും ഒക്കെ ചിന്തിച്ച കുറച്ച് കാര്യങ്ങളെക്കുറിച്ച് എഴുതാനായിരിക്കും തോട്ട് എന്ന് പറയുന്ന ഒരു ഭാഗത്തുനിന്ന് വരിക. എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഗിവിങ് ട്രീയിലെ മെയിൻ ക്യാരക്ടറായിട്ടുള്ള ബോയ് ചിന്തിക്കുന്ന കാര്യങ്ങൾ ചിലപ്പം എന്താണെന്ന് ചോദിക്കാം. ഒക്കെ ഒരു എക്സാമ്പിളായിട്ട് പറയുന്നതാണ്. ഇതൊന്നും വരാൻ സാധ്യതയുണ്ടെന്ന് നമുക്ക് ഉറപ്പിക്കാനാവില്ല. അടുത്തത് ഡയറി ആയിരിക്കും. ഡയറി വരാൻ സാധ്യതയുള്ള ഒന്നാണ്. ആരെങ്കിലും ചിന്തിക്കുന്ന കാര്യങ്ങൾ ഡയറി ആയിട്ട് എഴുതാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇവൻറ്റ് തന്നിട്ട് അത് ഡയറി ആക്കി എഴുതാനോ ഒക്കെ ആയിരിക്കും തരിക. പിന്നെ വരാൻ സാധ്യതയുള്ളത് നോട്ടീസാണ്. നിങ്ങൾ ചെറിയൊരു മോഡൽ നോട്ടീസൊക്കെ നിങ്ങൾ ക്ലാസ്സിൽ ചെയ്തിട്ടുണ്ടാവും. അതുപോലെ ഒരു നോട്ടീസ് പ്രതീക്ഷിക്കാം. പിന്നെ സ്ക്രിപ്റ്റ് റൈറ്റിംഗ് ആണ്. അതും നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. കാരണം ടെസ്റ്റിൽ നമ്മൾ ഒന്ന് ചെയ്തിട്ടുണ്ട്. പിന്നെ വരുന്നത് ലെറ്ററാണ്. നിങ്ങളുടെ ഫ്രണ്ടിന് എന്തെങ്കിലും വിശേഷങ്ങൾ പറഞ്ഞുകൊണ്ടുള്ള ലെറ്റർ എഴുതാൻ വരും. പിന്നെ സ്റ്റോറി റൈറ്റിംഗ്, അത് ലെസ് ചാൻസ് ആണുള്ളത്. നമുക്ക് പ്രതീക്ഷിക്കാം, എങ്കിലും ഒരു സ്റ്റോറിൻ്റെ തുടക്കം തന്നിട്ട് ബാക്കി എഴുതാനോ അങ്ങനെ എന്തെങ്കിലും പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് മെയിനായിട്ട് വരാൻ സാധ്യതയുള്ളത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മെയിനായിട്ട് നിങ്ങൾ നോക്കി വെക്കുക. ഇതിൻ്റെയൊക്കെ ഫോർമാറ്റ് പഠിച്ചു വെക്കുക എന്നുള്ളതാണ്. അല്ലാതെ നമുക്ക് ബൈഹാർട്ട് പഠിച്ചിട്ട് പോകാൻ സാധിക്കില്ല. എല്ലാ ചാപ്റ്റേഴ്സും തന്നെ നല്ല രീതിയിൽ മനസ്സിലാക്കി എക്സാമിന് തയ്യാറെടുക്കാം. ഇതൊരു ജസ്റ്റ് ഇൻട്രൊഡക്ഷൻ മാത്രമാണ്. നിങ്ങളെ ഒന്ന് പരിചയപ്പെടാൻ വേണ്ടി മാത്രമുള്ള ഒരു വീഡിയോയാണ്. അടുത്ത ദിവസം മുതൽ ക്ലാസ് ഇടുന്നതായിരിക്കും. ഞാൻ അപ്ലോഡ് ചെയ്യുന്ന കാര്യങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നു തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പം നാളത്തെ വീഡിയോയ്ക്കായിട്ട് വെയിറ്റ് ചെയ്യുക. നിങ്ങളുടെ വീഡിയോയ്ക്കായിട്ട് കാത്തിരിക്കുക. നാളെ തന്നെ ഇടുന്നതായിരിക്കും. എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നാളെ കാണാം. ബൈ.